ഇനി ഞങ്ങൾ കൊട്ടാരക്കര അമ്പലത്തിൽ പോവുകയാണ്. ലൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാം. അപ്പം അതിന് വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. മീനു നമ്മളിന്ന് ബസ്സിലാണ് പോകുന്നത് കേട്ടോ. കണ്ണാടി നോക്കിയിട്ട് എഴുതുന്നത് കേട്ടോ. നല്ല വാലൊക്കെ ഇട്ട് കണ്ണെഴുതാണ്. നേര് മാത്രമേ എഴുതുന്നുള്ളൂ. സ്കൂട്ടി പോകുന്നില്ല, ബസ്സിൽ പോവാം. ഭയങ്കര തിരക്കാം. സ്കൂട്ടി പോയാലേ വണ്ടി അവിടെ വെക്കാനൊന്നും പറ്റത്തില്ല. മേല് മാത്രമേ എഴുതുന്നുള്ളൂ. എന്തൊരു ചൂടാ, ഭയങ്കര ചൂടാണ്. ഞാനൊരു സൺസ്ക്രീൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ, അത് മൊത്തം ഇപ്പോൾ പോകും. ഞാനാണെങ്കിൽ പിന്നെ വിയർക്കുന്നതാണ്. കഴുത്ത് മൊത്തവും ചൂടുകുരുവാണ്, ഫുള്ള് ചൂടുകുരു വന്നിട്ട് ഇങ്ങനെ പഴുത്ത് നിൽക്കുക. നല്ല സുഖമാണ്. ഇനി ശരി ഞാൻ എന്തിട്ടാലും ഒക്കെ വേണം കേട്ടോ. ലിപ് ബാമും കൂടി ഇട്ട് കൊടുക്കും. ഇവിടെ ഇത് നല്ല കളറുള്ള ലിപ് ബാമാണ്. മുടി അയച്ചിടാത്തത് ചൂട് കാരണം ഒരുപാട് മുടി ഉണ്ടായത് കൊണ്ടേ നമുക്ക് ബസ് കിട്ടത്തില്ല. മീനു വേഗം ഒരുങ്ങണം. മൊത്തം പോയിട്ടുണ്ട്. ആകെ ഒരു സൺസ്ക്രീൻ ആയിട്ടുണ്ട്, അത് മൊത്തം പോയി. അയ്യോ, അങ്ങനെ ചപ്പാത്തി വരുന്ന മുടിയൊക്കെ കെട്ടി ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അതങ്ങോട്ടായിട്ടുണ്ട്. ഇനി മാല ഫോണാക്കിയോ. ഇനി ചേട്ടൻ കല്യാണത്തിന് മുമ്പ് ഗിഫ്റ്റ് ചെയ്തൊരു വാച്ചാണ്, നല്ല വാച്ച്. അതും കൂടി ഇടാം. മീനുവിൻ്റെ വാച്ച് എന്തിയാന്ന് കാണിച്ചേ. ഒക്കെ കാണിക്കാം, നല്ല കാണാൻ പറ്റും. എനിക്ക് നോക്കും വാച്ച്. ഓക്കെ, മീനുവിന് വെള്ളവും ഒക്കെ എടുക്കണം. എവിടെ പോയാലും കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ വേണം. ബാഗൊക്കെ എടുത്ത് അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇതാണ്ട് എൻ്റെ മോള്. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ കാത്തു നിന്ന് ബസ്സൊക്കെ വന്ന് ഞങ്ങളങ്ങനെ കൊട്ടാരക്കര എത്തി. ചെന്നപ്പോൾ ഈ ഒരു ഡാൻസൊക്കെ നടക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഡാൻസൊക്കെ കണ്ടിട്ട് പിന്നെ മോക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കി. അങ്ങനെ കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ ഈ ഒരു ഐസ്ക്രീമൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് പിന്നെ എല്ലാ ലൈറ്റും ഒക്കെ കണ്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് വന്നത്. നല്ല രസമായിരുന്നു കാണാൻ. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. തിരിച്ച് ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ച് വരാമെന്ന് വെച്ചിട്ട് ഓരോ ഓട്ടോയും നിർത്തത്തുമില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഒരു ഓട്ടോ കിട്ടി തിരിച്ച് വീട്ടിലെത്തി.